നമസ്കാരം. ആസ്തയുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുട്ടികൾക്കുണ്ടാവുന്ന ബേസിക് ഇമോഷൻസും അവ നൽകുന്ന മെസ്സേജസും ഒക്കെ കണ്ടു. ഇന്ന് നമ്മൾ ഇമോഷൻസ് കുട്ടികളെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാനും എക്സ്പ്രസ് ചെയ്യാനും പഠിപ്പിക്കാം എന്ന് നോക്കാം. ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളർച്ചയുടെ ഘട്ടമനുസരിച്ച് കുട്ടികൾ ഇമോഷൻസ് പ്രകടിപ്പിക്കുന്നത് വ്യത്യസ്തമായിട്ടായിരിക്കും. ഒരു വയസ്സിൽ താഴെയുള്ളൊരു കുട്ടി ബോഡി മൂവ്മെൻറ്റ്സിലൂടെയും ഫേഷ്യൽ എക്സ്പ്രഷൻസിലൂടെയും ആക്ടിവിറ്റിയുടെ കുറവോ കൂടുതലോ കൂടെയും ചേർന്നിരിക്കാനോ വിട്ടു നിൽക്കാനോ ഉള്ള ടെൻഡൻസിയിലൂടെയും ഒക്കെ ആയിരിക്കും ഇമോഷൻസ് കാണിക്കുക. 1 മുതൽ 3 വയസ്സുള്ള കുട്ടികൾ കുറച്ചും കൂടെ കരയുകയും സ്ക്രീം ചെയ്യുക, ടാൻഡ്രംസ് കാണിക്കുക, നിലത്ത് കിടന്നുരുളുക, അങ്ങനെയൊക്കെ പേടിക്കുമ്പോൾ ഓടിപ്പോവുക, ഒളിച്ചിരിക്കുക, അല്ലെ അമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോവുക, ചേർന്ന് പിടിക്കുക, കുറച്ചും കൂടെ എറിയുക, ഉടയ്ക്കുക, അല്ലെങ്കിൽ അലറുക, ബൈറ്റ് ചെയ്യുക, കടിക്കുക. അപ്പം ഇങ്ങനെയൊക്കെയാണ് അവർ ഇമോഷൻസ് കാണിക്കുന്നത്. 3 മുതൽ 5 വയസ്സുള്ള പ്രായത്തിലെ കുട്ടികൾക്ക് അവരുടെ ഇമോഷൻസിനെ വാക്കുകളാൽ എക്സ്പ്രസ് ചെയ്യാൻ ഉള്ള കഴിവ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഹേർട്ടായി, വിഷമമായി, ദേഷ്യം വന്നു, ഇഷ്ടപ്പെട്ടില്ല, അതിനോടൊപ്പം തന്നെ അതിൻ്റെയൊക്കെ ചെറിയ റീസൺസും, ഡോള് പൊട്ടി, അല്ലെ എന്നെ ഇടിച്ചു, അമ്മ പോയി, ഇങ്ങനെയൊക്കെ ചെറിയ റീസൺസ് ഐഡൻറ്റിഫൈ ചെയ്യാനും അവർക്കുള്ള കഴിവ് ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇമോഷൻസ് എങ്ങനെ ഒരു കുട്ടിയെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിപ്പിക്കാം എന്ന് നമുക്ക് നോക്കാം. ഞാൻ പഠിപ്പിക്കാം എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ സ്കിൽസാണ്. ലാംഗ്വേജ് പഠിക്കുന്ന പോലെ തന്നെ ഇമോഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നമുക്ക് പഠിപ്പിക്കാം. പല രീതിയിൽ ഇത് ചെയ്യാം. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് രീതികൾ ഞാൻ പറയാം. ഒന്ന്, നമ്മളെല്ലാവരും മെസ്സേജസിലും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇമോജീസ്, അല്ലേ? അപ്പോൾ ഇമോജീസ് വളരെ നല്ലൊരു ഉപാധിയാണ് കുട്ടികളെ കൊണ്ട് ഇമോഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിപ്പിക്കാൻ. 3 മുതൽ 4 വയസ്സ് വരെയോ അല്ലെ അതിന് മുകളിലുള്ള കുട്ടികൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഇമോഷൻസ്. അപ്പോൾ നമുക്ക് കുറച്ച് ഇമോജീസ് കാണിച്ചു കൊടുത്തിട്ട് അവരോട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാം. ചിലപ്പോൾ അവർക്ക് ആ ഇമോഷൻ്റെ വാക്കുകൾ അറിയില്ലായിരിക്കും. അങ്ങനെയുള്ളപ്പം ആ മുഖം കാണിച്ചിട്ട് അവരോട് ചോദിക്കാം, ഈ കുട്ടിയുടെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കണേ, എന്ത് പറ്റിക്കാണും? നമുക്ക് ഓപ്ഷൻസും കൊടുക്കാം. ദേഷ്യമാണോ, സങ്കടമാണോ, സന്തോഷമാണോ, പേടിയാണോ? അങ്ങനെ ചോദിക്കുമ്പോൾ കുട്ടിയൊന്ന് ചിന്തിക്കാൻ തുടങ്ങും. ഈ വാക്കുകളൊക്കെ എവിടെയെങ്കിലുമൊക്കെ അവർ കേട്ടിട്ടുണ്ടാവും ഓൾറെഡി. അപ്പോൾ അവർക്ക് ചെറിയൊരു ക്ലൂ ഉണ്ടാവും ഇതെന്താണെന്ന്, ആ വാക്ക്. എന്നിട്ടും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉദാഹരണങ്ങളോട് പറയാം. മോക്ക് ഇന്നലെ അടി കിട്ടിയപ്പോൾ ഏത് ഫേസ് ആയിരുന്നു? അപ്പോൾ ആ കുട്ടി ഇന്നെവിറ്റബ്ലി ആ സങ്കടമുള്ള ഇമോജി ഐഡൻറ്റിഫൈ ചെയ്യും. അപ്പോൾ നമുക്ക് പറയാം, അപ്പോൾ സങ്കടം വന്നായിരുന്നു അല്ലേ? അല്ലെങ്കിൽ നമുക്ക് ഓപ്ഷൻസ് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം ഓക്കെ ദേഷ്യമായിരുന്നു, സങ്കടമായിരുന്നു എന്ന് വാക്കുകളാലെ ആ ഇമോഷൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്കൊന്ന് പഠിപ്പിച്ചു കൊടുക്കാം. അതിനോടൊപ്പം തന്നെ മിറർ ഗെയിംസ് കളിക്കാം. ഫോർ എക്സാമ്പിൾ, ഇമോഷൻസ് പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് മിററിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു ഗെയിം കളിക്കാം. അമ്മ ഇപ്പോൾ ദേഷ്യമുള്ള ഫേസ് കാണിക്കാം, മോൾ നോക്കും. പിന്നെ മോളിപ്പോൾ ഒരു സങ്കടമുള്ള ഫേസ് കാണിച്ചേ. അപ്പോൾ അങ്ങനെ കളിയിലൂടെ അവർക്ക് ഇമോഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കാം. അതുകൂടാതെ റിയൽ ലൈഫ് സ്റ്റോറീസുമായിട്ട് കണക്ട് ചെയ്യാം. നേരത്തെ പറഞ്ഞ ഉദാഹരണം പോലെ, ഇന്നലെ പാർക്കിൽ പോയപ്പോൾ മോൾക്ക് എന്താ തോന്നിയത്? സന്തോഷം. അപ്പം അങ്ങനെ അവർക്ക് ഇമോജീസിലൂടെയും ഗെയിംസിലൂടെയും റിയൽ ലൈഫ് സ്റ്റോറീസിലൂടെയും ഇമോഷൻസിനെ നെയിം ചെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കാം. കുറച്ചും കൂടെ മുതിർന്ന കുട്ടികൾ സ്റ്റോറീസിലൂടെ പഠിപ്പിക്കാം. എങ്ങനെയത്? ഫോർ എക്സാമ്പിൾ, ആമയുടെയും മുയലിൻ്റെയും സ്റ്റോറി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അതിൽ നമുക്ക് ചോദിക്കാം, ഇപ്പം മുയൽ ഉറക്കം എണീറ്റ് കഴിഞ്ഞപ്പോൾ ആമ ജയിച്ചു എന്ന് മനസ്സിലായപ്പോൾ മുയലിന് എന്ത് തോന്നി കാണും? അത് ഏത് ഫേസായിരിക്കും മുയൽ വെച്ചിട്ടുണ്ടാവുക? അപ്പോൾ അങ്ങനെ മറ്റുള്ളവർക്കും ഇമോഷൻസ് ഉണ്ട് എന്നും
ആ ഇമോഷൻസ് എന്തോ മെസ്സേജ് കൺവേ ചെയ്യുന്നുണ്ടെന്നും പതിയെ ആ കുട്ടി മനസ്സിലാക്കും. 7 വയസ്സിനും ഒക്കെ മേല് പ്രായമുള്ള കുട്ടികൾക്ക് മിക്സ്ഡ് ഇമോഷൻസിനെ പറ്റി മനസ്സിലാകും. മറ്റുള്ളവരുടെ ഇമോഷൻസ് എൻ്റെ ഇമോഷൻസ് തന്നെ ആയിരിക്കണമെന്നില്ല എന്ന് മനസ്സിലാക്കും. അപ്പം ഇതെല്ലാം ഗ്രാജ്വലി ഡെവലപ്പ് ചെയ്യുന്നതാണ്. 3 വയസ്സിന് മേലിലുള്ള കുട്ടികളോട് നമുക്ക് ഇമോഷണൽ ലിറ്ററസി പറഞ്ഞു കൊടുക്കാം. ഇമോഷൻസിനെ നെയിം ചെയ്യാൻ പഠിപ്പിക്കാം, ഇമോഷൻസ് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യപ്പെടുന്നത് എന്ന് പഠിപ്പിച്ചു കൊടുക്കാം. അറ്റ് ദ സെയിം ടൈം നമുക്കെല്ലാവർക്കും അനുഭവമുള്ള പോലെ ഇമോഷൻസ് ഉണ്ടാവുമ്പോൾ ഫിസിക്കലി കുറച്ച് ബുദ്ധിമുട്ടുകളും കൂടെ വരാറില്ലേ? ഫോർ എക്സാമ്പിൾ ബട്ടർഫ്ലൈസ് ഇൻ ദ സ്റ്റൊമക്ക് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ. അപ്പോൾ സ്വന്തം സെൻസേഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജിൽ, ഇപ്പോൾ 4 വയസ്സ് 5 വയസ്സ് അങ്ങനെയൊക്കെയുള്ള സ്റ്റേജിൽ കുട്ടിയോട് നമുക്ക് ചോദിക്കാം, എവിടെയാണ് മോനെ ഈ വേദന വരണേ, പേടി വരുമ്പോൾ ബോഡിയിൽ എവിടെയാണ് വരുന്നതെന്ന് പതുക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. അവരുടെ ഡെവലപ്മെൻറ്റൽ സ്റ്റേജ് അനുസരിച്ച് അവർ ചിലപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഉത്തരം പറയായിരിക്കും. ഇതെല്ലാം പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് കുട്ടിയോട് റിലേറ്റ് ചെയ്യാൻ പഠിപ്പിക്കാം. അതായത് മോക്ക് ദേഷ്യം വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അന്നേരം പല്ല് കടിച്ചായിരുന്നോ, അല്ലെ കൈ ചുരുട്ടിയായിരുന്നോ, ഒന്ന് ആലോചിച്ച് നോക്കൂ. അല്ലെങ്കിൽ നിങ്ങളത് കാണുകയാണെങ്കിൽ നെക്സ്റ്റ് ടൈം ആ കുട്ടിയെ ഒന്ന് റിമൈൻഡ് ചെയ്യും. അപ്പോൾ മോളിങ്ങനെ പല്ല് കടിക്കുമ്പോഴും കൈ ചുരുട്ടുമ്പോഴൊക്കെ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ ക്രമേണ മനസ്സിലാകും നമുക്ക് ഇമോഷൻസ് വരാം, അതോടൊപ്പം തന്നെ ഫിസിക്കൽ സെൻസേഷൻസും വരാം എന്നുള്ള കാര്യം നമ്മൾ പഠിപ്പിക്കും. അപ്പോൾ ഇമോഷണൽ ലിറ്ററസി പഠിപ്പിച്ച് ആ കുട്ടിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ള സ്ഥിതിയൊക്കെ ആകുമ്പോൾ നമുക്ക് ആ ഫിസിക്കൽ ആയിട്ടുള്ള ചേഞ്ചസിനെയും കൂടെ കണക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുട്ടിക്ക് മനസ്സിലാകും ഇമോഷൻസ് ഉണ്ട്, ഫിസിക്കൽ ചേഞ്ചസും അതിൻ്റെയോടൊപ്പം തന്നെ വന്നേക്കുന്നു. അപ്പോൾ കുട്ടിക്ക് വൊക്കാബുലറിയുമായി ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റുന്നുണ്ട്. ഇനി വൊക്കാബുലറി മാത്രം പോരല്ലോ, എക്സ്പ്രസും ചെയ്യണ്ടേ. സാധാരണഗതിയിൽ നേരത്തെ പറഞ്ഞതുപോലെ 4ഉം 5ഉം വയസ്സുള്ള കുട്ടികൾക്ക് അവരുടെ ഇമോഷൻസ്, സിമ്പിളായിട്ടുള്ള ഇമോഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യാനും അതോടൊപ്പം തന്നെ അതിൻ്റെ സിമ്പിൾ റീസൺസ് ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റും. ഫോർ എക്സാമ്പിൾ നമുക്കൊരു XY എന്നുള്ള ഫോമുല പഠിപ്പിച്ചു കൊടുക്കാം. പട്ടി മച്ചുപോയി അല്ലെങ്കിൽ ചത്തുപോയത് കൊണ്ട് എനിക്ക് സങ്കടം വന്നു. അപ്പോൾ ആ കുട്ടിക്ക് എന്താ മനസ്സിലായി? എനിക്ക് സങ്കടം വന്നു, അതിനൊരു കാരണമുണ്ട്. അമ്മു പെൻസിൽ ഒടിച്ചു കളഞ്ഞതുകൊണ്ട് എനിക്ക് ദേഷ്യം വന്നു. അപ്പോൾ അമ്മു ഒടിച്ചു കളഞ്ഞു, അത് കാരണം എനിക്ക് ദേഷ്യം വന്നു. ഇനി ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പഠിപ്പിക്കണ്ടേ? വളരെ സിമ്പിളാണ്. ആ കുട്ടിയോട് പറയാം, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് സങ്കടം വരുന്നുണ്ട്, എനിക്ക് പേടിയാവുന്നു, ഇങ്ങനെ പറയാം. അപ്പോൾ ഇനിഷ്യലി നമുക്ക് ആ ഇമോഷൻ എന്താണെന്ന് അവരെ നെയിം ചെയ്യാൻ പഠിപ്പിക്കാം. അതിനുശേഷം റീസണും കൂടെ ആഡ് ചെയ്ത് പറയാൻ പഠിപ്പിക്കാം. എനിക്ക് പരീക്ഷ ആയം കൊണ്ട് ഒരു പേടി വരുന്നുണ്ട്, എനിക്ക് സ്കൂളിൽ പോകേണ്ടത് കൊണ്ട് പേടിയുണ്ട്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കൂട്ടുകാരി പറയുന്നുണ്ടായിരുന്നു, മോൾ ആദ്യമായിട്ട് സ്കൂളിൽ പോയപ്പോൾ ആ കുട്ടിക്ക് വളരെ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, അമ്മയെ പിരിഞ്ഞ് ഇത്രയും നേരം ഇരിക്കണം കൊണ്ട് എനിക്ക് വിഷമമുണ്ട്. അപ്പോൾ ആ കുട്ടിക്ക് ആ ഒരു വൊക്കാബുലറി ഉണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ അവർക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നമുക്ക് മനസ്സിലായി ഇമോഷൻസ് മെസ്സേജസ് ആണ്. ഇമോഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ കുട്ടികളെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇമോഷൻസിൻ്റെ കൂടെ വരുന്ന ഫിസിക്കൽ സെൻസേഷൻസും ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് അവരെ പഠിപ്പിക്കാൻ പറ്റും. എല്ലാവർക്കും ഒരേ ഫിസിക്കൽ സെൻസേഷൻസ് തന്നെ ആവണം എന്നില്ല കേട്ടോ. അപ്പോൾ കുട്ടിയുടെ ഹെൽപ്പോടുകൂടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് പഠിപ്പിക്കാം. അവരുടെ ഇമോഷൻസും അത് എന്തുകൊണ്ടുണ്ടാവുന്നു എന്നുള്ള സിമ്പിൾ റീസൺസും അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. കുട്ടികൾ കുറച്ച് മുതിർന്നു കഴിയുമ്പോൾ സിമ്പിൾ ഇമോഷൻസിൽ കവിഞ്ഞ് കോംപ്ലക്സ് ഇമോഷൻസ് ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ ജലസി ഒരു ഇൻ്റർപ്ലേ അല്ലേ. വിഷമം, നിരാശ, ദേഷ്യം, ഭയം എല്ലാത്തിൻ്റെ ഒരു മിക്സാണ് ഈ ജലസി. അപ്പോൾ കുട്ടികൾ ക്രമേണ പഠിക്കും മിക്സ്ഡ് ഇമോഷൻസിനെ പറ്റി. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ, ഒരു ഇമോഷനും ശരിയോ തെറ്റോ ഒന്നുമല്ല. എല്ലാ ഇമോഷനും നമുക്കൊരു മെസ്സേജാണ് തരുന്നത്. ആ മെസ്സേജ് ഐഡൻറ്റിഫൈ ചെയ്യാം, അത് കറക്റ്റായിട്ട് വേർബലി പ്രകടിപ്പിക്കാനും നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാം. നമ്മളെപ്പോഴും ഓർക്കേണ്ടത് ബിഹേവിയറാണ് ഇമോഷൻ്റെ ഫസ്റ്റ് ലാംഗ്വേജ്. തീരെ കൊച്ചു കുട്ടികൾക്ക് ബിഹേവിയറിലൂടെ
ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനായിരിക്കും പ്രിഫറൻസും, അവർക്ക് പറ്റുകയും അത് തന്നെ ആയിരിക്കും. പക്ഷേ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മനുഷ്യരാണല്ലേ. അപ്പം തീരെ കുട്ടിയായിരുന്നപ്പോൾ നമ്മൾ ഉപയോഗിച്ച ബിഹേവിയറൽ കോപ്പിംഗ് മെക്കാനിസംസ് ഒന്നും ഒരു പക്ഷേ ഒരു അഡൾട്ട് വേൾഡിൽ നമുക്ക് പറ്റില്ല. അപ്പോൾ കുട്ടികൾ പതിയെ പതിയെ വളരുന്നതോടൊപ്പം അവരുടെ ഇമോഷൻസ് വേർബലൈസ് ചെയ്യാനുള്ള കഴിവും അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലത്. ഓക്കെ, ഇതുവരെ നമ്മൾ പറഞ്ഞത് ഇമോഷൻസിനെ പറ്റിയാണ്. അടുത്തത് നമ്മൾ ആലോചിക്കേണ്ടത്, ഒരു കുട്ടി ആ കുട്ടിയുടെ ഇമോഷൻ നമ്മളോട് വന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മളെങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്? അഥവാ ആ കുട്ടിക്ക് ഇമോഷൻസൊക്കെ വരുമ്പോൾ നമ്മളോട് പറയാനുള്ള സേഫ്റ്റി ഉണ്ടോ? നമ്മളൊരു ഇമോഷണലി സേഫ് അഡൾട്ട് ആണോ? നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുപിടിക്കാം. ഈ വീഡിയോ വാല്യുബിൾ ആയിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.